തമ്മിൽ തല്ലി പൊതുഭരണ വകുപ്പും ധനവകുപ്പും. മുഖ്യമന്ത്രിയുടെ അധികാര പരിധിയിലുള്ള ഉദ്യോഗസ്ഥ ഭരണപരിഷ്കരണ വകുപ്പും നടത്തിയ റിപ്പോർട്ടിനെ ചൊല്ലിയാണ് ഇരു വകുപ്പുകളും തമ്മിൽ തർക്കമായത്. കിഫ്ബിയും പെൻഷൻ കമ്പനിയും അടച്ചുപൂട്ടാൻ പോകുന്നു എന്ന പരാമർശം പൊതുഭരണ വകുപ്പ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയതാണ് തർക്കത്തിന് കാരണമായത്. സർക്കാർ വകുപ്പിലെ ഉദ്യോഗസ്ഥ പരിഷ്കരണ വിഭാഗം അംഗീകരിച്ച പഠന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് ധനവകുപ്പും പൊതുഭരണ വകുപ്പും തമ്മിൽ തർക്കം. ഇതിനെതിരെ ധനവകുപ്പിലെ ഉദ്യോഗസ്ഥർ രംഗത്തെത്തി. 32 പിഴവുകളാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയത്. പൊതുഭരണ വകുപ്പിന്റെ താൽപര്യങ്ങൾ കുറുക്കുവഴിയിലൂടെ അടിച്ചേൽപ്പിക്കുന്നുവെന്നാണ് ധനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ആരോപണം. മുഖ്യമന്ത്രിക്ക് കീഴിലെ പൊതുഭരണ വകുപ്പ് ഉൾപ്പെടെ എല്ലാ വകുപ്പുകളും ഫയൽ നീക്കത്തിൽ മെല്ലെ പോക്കാണ്. സെക്ഷൻ ഓഫീസർക്കും വകുപ്പ് സെക്രട്ടറിക്കുമിടയിലെ തട്ടുകൾ രണ്ടാക്കി വെട്ടിക്കുറയ്ക്കണം. ധനവകുപ്പിൽ ജോലിഭാരം വർദ്ധിക്കുന്നതിന് മുഖ്യ കാരണം അശാസ്ത്രീയമായ ഫയൽ വഴികളാണെന്നും കുറ്റപ്പെടുത്തുന്നു. കിഫ്ബിയും പെൻഷൻ കമ്പനിയും അടച്ചുപൂട്ടാൻ പോകുന്നുവെന്നും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി. ജീവനക്കാരുടെ ലീവ്, ശമ്പളം ഇവയൊക്കെ കൈകാര്യം ചെയ്യുന്ന സ്പാർക്ക് സോഫ്റ്റ്വെയറും ധനവകുപ്പിൽ നിന്നും മാറ്റാനുള്ള തീരുമാനം ഏകപക്ഷീയമാണെന്നും കുറ്റപ്പെടുത്തുന്നു. ധനവകുപ്പിന്റെ അധികാര പരിധികൾ വെട്ടിച്ചുരുക്കിക്കൊണ്ട് പൊതുഭരണ വകുപ്പിലേക്ക് ചേർക്കാനുള്ള ശ്രമമാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടിന് പിന്നിലെന്നും ധനവകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ആരോപണം. ജനം, തിരുവനന്തപുരം.